ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായി കാണാൻ ആയിരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തുന്നത്. വത്തിക്കാനിൽ നിന്ന് ജോസ് മോൻ കമ്മിറ്റിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ തൊട്ടുപുറത്താണ്. തിങ്കളാഴ്ച അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം 11 മണി മുതൽ ഇറ്റാലിയൻ സമയം 11 മണി മുതൽ പൊതുദർശനത്തിന് ബസിലിക്കയ്ക്ക് അകത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമായി 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നു. ഇപ്പോഴും ബസിലിക്കയ്ക്ക് അകത്ത് നല്ല തിരക്കുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം ക്യൂ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി 11-12 മണി വരെ അദ്ദേഹത്തിന് ഭൗതിക ശരീരം കാണാം. നാളെയും മറ്റന്നാളും അതുപോലെ തന്നെ പകൽ സമയം രാത്രി 12 മണി വരെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് കാണാനും പ്രാർത്ഥിക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. 3 ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ബസിലിക്ക അടച്ച് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഈ സ്ക്വയറിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം എല്ലാ ബുധനാഴ്ചകളിലും ജനറൽ ഓഡിയൻസിന് വരുന്ന ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നത്. ഇപ്പോൾ തന്നെ ഇന്ന് 11 മണി മുതൽ ആൾക്കാരെ ബസിലിക്കകത്തേക്ക് കയറ്റി 9 മണിക്ക് സാന്താ മാർത്തയിൽ നിന്നും പ്രദക്ഷിണമായി നിരവധി കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും അവരൊരുമിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇതുവഴിയാണ് അദ്ദേഹം എല്ലാ ബുധനാഴ്ചകളിലും പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ജനറൽ ഓഡിയൻസിനായി വരുന്ന ഈ വഴിയിലൂടെ തന്നെയാണ് ഭൗതിക ശരീരം ബസിലിക്കയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം അവിടെ കുർബാന ഉടനെ തന്നെ നടന്നു. 11 മണിക്ക് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ബസിലിക്ക തുറന്നു. ഓരോ അരമണിക്കൂറിലും കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ വിശ്വാസികളാണ് ഇപ്പോഴും വത്തിക്കാനിലെ ബസിലിക്കയ്ക്ക് ഉള്ളിലും പുറത്ത് 2-3 കിലോമീറ്റർ പുറത്തും ക്യൂ നിൽക്കുന്നത്. ഇപ്പോൾ നല്ല ചൂടാണ്, എന്നിട്ടും ക്യൂ നിൽക്കുകയാണ് വിശ്വാസികൾ. വത്തിക്കാനിൽ നിന്നും ഹാമിൽട്ടൺ ജോസഫിനൊപ്പം ജോസ് മോൻ കമ്മിറ്റി.